ഞാൻ ആമുഖമായി ഒന്നുകൂടി പറയാൻ തീരുമാനിക്കുന്നു. അത് പ്രകടന പത്രിക നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഇടക്കാലത്ത് കേരളത്തിൽ ഉണ്ടായി വന്ന ഒന്നാണ്. അതിനു മുൻപ് ഉണ്ടായിരുന്നില്ല. പ്രകടന പത്രിക അച്ചടിക്കുന്നു, അത് എവിടെയെങ്കിലുമൊക്കെ മേശവലിപ്പിൽ കൃത്യമായി ഇരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രകടന പത്രിക പിന്നീട് വലിയ സംഭവമായി മാറുന്നത് പ്രകടന പത്രികയിൽ പ്രോഗ്രസ് റിപ്പോർട്ട് LDF സർക്കാർ മുന്നോട്ട് വെച്ചു തുടങ്ങി. പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുകയും ഞങ്ങൾ ഇത്ര വാഗ്ദാനങ്ങൾ പാലിച്ചിരിക്കുന്നു എന്നത് റിപ്പോർട്ട് കാർഡായി ഒരു സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയും ചെയ്തപ്പോഴാണ് ഇതൊരു എവിടെയെങ്കിലുമുള്ള ഒരു പ്രഹേളികയല്ല, അതിനപ്പുറത്ത് ഇത് പിന്നീട് നമുക്ക് റീവർക്ക് ചെയ്യാനുള്ളൊരു സംഭവമാണ് എന്ന നിലയ്ക്ക് അത് പരിഗണിക്കപ്പെട്ടു തുടങ്ങിയത് LDFിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് എന്നത് പറഞ്ഞു പോകാതിരിക്കാനും കഴിയില്ല. പിന്നീട് അഭ്യസ്ത വിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ LDF മുന്നോട്ട് വെക്കുന്നുണ്ട്. യുവ സംരംഭകർക്ക് 5 ലക്ഷം പലിശരഹിത വായ്പ UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് 1-1 എന്ന നിലയ്ക്ക് നമുക്ക് പരിഗണിക്കാം. വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ എന്നത് UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ഒരു 5 ലക്ഷത്തോളം പേരാണ് ഒരു വർഷം 10ാം ക്ലാസ് പരീക്ഷയൊക്കെ എഴുതുന്നത്. അവർ തന്നെയാണ് ഈ ഓരോ വർഷവും മാറിപ്പോകുന്നത്. ഇവർക്കൊക്കെ അവരിൽ വിദ്യാർത്ഥികളുടെ ഒരു ശതമാനം നമുക്ക് വിദ്യാർത്ഥിനികളാണ് കൂടുതൽ. അപ്പോൾ ഏതാണ്ട് 2-2.5 ലക്ഷം പേർക്ക് ഓരോ വർഷവും 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുക എന്നുള്ളത് പോസിബിളാണോ എന്നത് പരിശോധിക്കേണ്ടതാണ്.